ഇതിനിടെ ശബരിമല സ്വർണ്ണക്കടയിൽ വലിയ മീനുകളെ സംരക്ഷിക്കാൻ ശ്രമമാണെന്ന് രമേശ് ചെന്നിത്തല. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ഇപ്പോഴത്തെ ബോർഡ് കള്ളക്കളിക്ക് കൂട്ടുനിന്നു. അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നും ചെന്നിത്തല ചോദിച്ചു. യഥാർത്ഥ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങള് തുടങ്ങിയവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽ മീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളിത് ആദ്യം മുതൽ പറഞ്ഞതാണ്. 3 ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ആ 3 മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വസ്തുക്കൾ അടിച്ചു മാറ്റിയത് അന്തർദേശീയ സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം. ഇതിനകത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം. കോടതി വിലക്കുണ്ടായിട്ട് പോലും ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമാണ്. അവരെ എന്താ ചോദ്യം ചെയ്യാത്തത്? ഏതായാലും പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ CPM-വുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് മുൻ DCC പ്രസിഡന്റ് കോൺഗ്രസ് വിമത നേതാവ് AV ഗോപിനാഥ് വ്യക്തമാക്കുന്നത്. IDF എന്ന സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധീകരിച്ച് ഇത്തവണ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മത്സരിക്കാൻ കൂടിയാണ് ശ്രീ ഗോപിനാഥിന്റെ നീക്കം. ശ്രീ AV ഗോപിനാഥ് ന്യൂസ് 10-നൊപ്പം ചേരും. തത്സമയം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് എത്താം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം.